ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊയിലാണ്ടിയിൽ പണിഞ്ഞിരിക്കുന്ന ഒരു പാലം തകർന്നു വീണു എന്നുള്ളതാണ് അറിയുന്നത്. 24 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന തോരായിക്കടവ് പാലത്തിൻ്റെ ബീമാണ് ചെരിഞ്ഞ് വീണത്. അപ്പോൾ ഇത് എന്തിനെ കാണിക്കുന്നു? കോടികൾ മുടക്കി പാലം പണിഞ്ഞിട്ട് അത് പൊളിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ആ പാലം പണിയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? തൊഴിലാളികൾക്ക് ബീം ചെരിഞ്ഞു വീണ് തൊഴിലാളികളിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്നാണ് അറിയുന്നത്. PMR ഗ്രൂപ്പാണ് പാലം നിർമ്മിക്കുന്നത്. PWD കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണ്. കാരണം 24 കോടി രൂപയൊക്കെ ചിലവഴിച്ചിട്ട് ഒരു പാലം പണിഞ്ഞിട്ട് അതിൻ്റെ ബീം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇടിഞ്ഞു വീണുവെന്ന് പറയുമ്പോൾ ആ പാലം പണിഞ്ഞ് വരുമ്പോൾ അതിനെന്ത് കെട്ടുറപ്പാണ് ഉണ്ടാവുക? നമ്മുടെ നാട്ടിലെ എല്ലാ പണികളും ഇതുപോലെ തന്നെയാണ്. അതിപ്പോൾ കേരള സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ ശരി, കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ ആണെങ്കിലും ശരി, പാലങ്ങളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഇതുപോലുള്ള എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? പാലം ഇടിഞ്ഞു വീഴില്ല എന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? പാലം നിർമ്മിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബീം ഇടിഞ്ഞു വീഴും. അത് 1-2 കോടിയല്ലേ, 24 കോടിയുടെ ഒക്കെ പ്രോജക്റ്റാണ്. അതിൻ്റെ അകത്ത് എത്രമാത്രം പൈസയാണ് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. ഇനി 24 കോടി തന്നെയാണോ പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി നിക്ഷേപിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. വില 10 കോടിയൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10 കോടി തന്നെ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് ഒരു അത്ഭുതമാണ്. അപ്പോൾ കാര്യക്ഷമതയില്ലാത്ത ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ ഉള്ളത്. പാലത്തിൻ്റെ കെട്ടുറപ്പ് മനസ്സിലാക്കാതെ, തൂണിൻ്റെ കെട്ടുറപ്പ് മനസ്സിലാക്കാതെ ഒക്കെയാണ് ഇത് പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും ഒരു കാരണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ലോകത്തിൽ ഒരിടത്തുമില്ല ഇതുപോലുള്ള ബീം ഇടിഞ്ഞു വീഴലൊക്കെ, അതും നിർമ്മിക്കുന്ന സമയത്ത്. നമ്മൾ ചൈനയെ ഉദാഹരണമായിട്ട് നോക്ക്, അമേരിക്കയെ ഉദാഹരണമായിട്ട് നോക്ക്, മറ്റു പല രാജ്യങ്ങളെ ഉദാഹരണമായിട്ട് നോക്ക്. അവരും ഇതുപോലെ തന്നെ പാലങ്ങളും ഒക്കെ പണിയുന്നുണ്ട്. അവിടെ ഒരുപാട് ബീമുകൾ അതിൽ ഉൾപ്പെടുന്നുമുണ്ട്. പക്ഷേ അവിടെയെങ്ങും അത് പൊട്ടിപ്പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കാര്യക്ഷമത ഉണ്ടായിരിക്കണം, എന്നാലേ നിലവാരമുള്ള നിർമ്മാണങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ.